ഫോട്ടോഷോപ്പിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ എങ്ങനെ ഒരു ആക്ഷൻ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനായിട്ട് ആക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോട്ടോഷോപ്പിൽ ഒരു പേജിൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എങ്ങനെ ഒരു ഷോർട്ട് കീയിൽ 2 സെക്കൻഡ് കൊണ്ട് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനായിട്ട് ഞാൻ ആദ്യം ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കുകയാണ്. അതിനുശേഷം ഞാൻ ഒരു ഫോട്ടോ ഓപ്പൺ ആക്കിയിടുകയാണ്. ഇപ്പോൾ എനിക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു 6:4 പേജിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ നോക്കുന്നത്. എനിക്ക് അപ്പോൾ 6:4 പേജിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ 8 എണ്ണമാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ടുള്ള ഷോർട്ട് കീ ആണ് ആക്ഷനാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഫോട്ടോ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഞാൻ. അതിനുശേഷം വിൻഡോയിൽ പോയിട്ട് ആക്ഷൻസ് എന്നുള്ള ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ Alt F9 അമർത്തിയാലും മതിയാവും. Alt F9 എന്നുള്ളത് ഇതിൻ്റെ ഷോർട്ട് കീ ആണ്. ആക്ഷൻ്റെ വിൻഡോയുടെ ഷോർട്ട് കീ ആണ്. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ കുറേ കാണുന്നുണ്ട്. അത് ഞാൻ മുമ്പ് സെറ്റ് ചെയ്ത ഓരോ ആക്ഷൻസാണ്. അപ്പോൾ നമുക്ക് പുതിയൊരെണ്ണം സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ ക്രിയേറ്റ് ന്യൂ സെറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ, ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റ് 2 എന്ന് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് മാറ്റിയിട്ട് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, ഈ ക്രിയേറ്റ് ന്യൂ ആക്ഷൻ എന്നുള്ള ഈ ഐക്കൺ. അതിനുശേഷം നമുക്ക് ഇവിടെ ഏത് ഷോർട്ട് കീ ആണോ സെറ്റ് ചെയ്യേണ്ടത് അത് ഇവിടെ കൊടുക്കുക. അതിനായിട്ട് ഞാനിവിടെ F3 കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് തന്നെ കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷോർട്ട് കീ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം റെക്കോർഡ് എന്നുള്ള ഈ ഓപ്ഷൻ കൊടുക്കുക. റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ വിൻഡോയിൽ എന്ത് ചെയ്താലും, ഫോട്ടോഷോപ്പിൽ എന്ത് ചെയ്താലും അത് ഇവിടെ റെക്കോർഡാവുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശ്രദ്ധിക്കുക. എഡിറ്റിൽ പോയിട്ട് എനിക്ക് ഇപ്പോൾ ഈ ഫോട്ടോ സെലക്ട് ചെയ്യണം. ഇതൊന്ന് കോപ്പി ചെയ്തെടുക്കണം എനിക്ക്. അതിനായിട്ട് സെലക്റ്റിൽ പോയിട്ട് ആൾ എന്നുള്ള കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയാലും മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ പുതിയൊരു സെലക്ഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇത് കോപ്പി ചെയ്തെടുക്കണം എനിക്ക്. അതിനായിട്ട് എഡിറ്റിൽ പോവുക, കോപ്പി എന്നുള്ള ഈ ഓപ്ഷൻ കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയാലും മതിയാവും. അതിനുശേഷം എനിക്ക് പുതിയൊരു 6:4 പേജ് എടുക്കണം. അതിന് ഫയലിൽ പോയിട്ട് ന്യൂ എന്നുള്ള ഈ ഓപ്ഷൻ കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കൺട്രോൾ N അമർത്തിയാലും മതിയാവും. അതിനുശേഷം ഞാൻ 6:4 പേജാണ് എടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഈ ഇഞ്ച് എന്നുള്ളത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് പേജിലാണോ സെറ്റ് ചെയ്യേണ്ടത് അതിനുള്ള സൈസ് ഇവിടെ സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ 6:4 എടുക്കുന്നത്. അതിനായിട്ട് വിഡ്ത്ത് 6 കൊടുക്കുന്നു, ഹൈറ്റ് 4 കൊടുക്കുന്നു. ഈ റെസൊല്യൂഷൻ എന്നുള്ളിടത്ത് 300, നമ്മളിപ്പോൾ ഈ പാസ്പോർട്ട് സൈസ് ഇപ്പോൾ ഞാൻ എടുത്തിട്ട് ഈ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോയ്ക്ക് 300 റെസൊല്യൂഷൻ ഞാൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പുതിയ പേജിനും അതേ റെസൊല്യൂഷൻ തന്നെ കൊടുക്കണം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഈ നമ്മൾ അവിടുന്ന് കോപ്പി ചെയ്ത ആ ഫോട്ടോ ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് എഡിറ്റിൽ പോവുക, ഇവിടെ പേസ്റ്റ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ കൺട്രോൾ V അമർത്തിയാലും മതിയാവും. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിന് ഒരു സ്ട്രോക്ക് കൊടുക്കണം. അതിനായിട്ട് എഡിറ്റിൽ പോവുക, ഈ സ്ട്രോക്ക് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ട്രോക്കിൻ്റെ വിൻഡോ ഓപ്പൺ ആയി വരുന്നതാണ്. നമുക്ക് സ്ട്രോക്ക് ബ്ലാക്ക് കളറാണ് ആവശ്യമുള്ളത്. അപ്പോൾ ബ്ലാക്ക് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വിഡ്ത്ത് എന്നുള്ളത് 1 കൊടുക്കുക. അപ്പോൾ ചെറിയ ഫോട്ടോ ആയിട്ട് 1ൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നിട്ട് അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇത് ഡ്രാഗ് ചെയ്തിട്ട് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ 7 കോപ്പി ഇനി ഇവിടെ ആവശ്യമുണ്ട് ഈ ബാക്കിയുള്ള സ്ഥലത്തേക്ക്. അതിനായിട്ട് Alt പ്രസ് ചെയ്ത് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഇത് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് വെക്കുക. അതിനുശേഷം ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ലെയറിൽ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, ഇവിടെ ഇപ്പോൾ ഈ ലെയർ മാത്രമാണ് സെലക്ട് ആയിട്ടുള്ളത്. ഇത് രണ്ടും നമുക്ക് ഒന്നിച്ച് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും സെലക്ട് ആവുന്നതാണ്. അതിനുശേഷം Alt പ്രസ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ Alt പ്രസ് ചെയ്യുക, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, ഇതിൻ്റെ കോപ്പി ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ട് വെക്കുക. അതിനുശേഷം ഇത് 4 സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് കൺട്രോൾ പ്രസ് ചെയ്യുക. അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം 4 സെലക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ Alt പ്രസ് ചെയ്യുക, ഇത് ഡ്രാഗ് ചെയ്ത് താഴത്തേക്ക് വെക്കുക. എന്നിട്ട് ഇതെല്ലാം സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക്
കൺട്രോൾ കീ അമർത്തുക, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, ഇത് ഫുള്ള് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം കീബോർഡിൽ ആരോ കീസ് ഉപയോഗിച്ച് നമുക്ക് ഇത് അലൈൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മെർജ് ചെയ്യേണ്ടതുണ്ട്. ഇതിപ്പോൾ ഓരോ ലെയറും ഓരോന്നായിട്ട് നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ല. ഇത് സെലക്ട് ചെയ്യേണ്ടത് ഫുള്ള് മെർജ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ഇ അമർത്തിയാൽ ഇത് മൊത്തം മെർജ് ആവുന്നതാണ്. അതിനുശേഷം ഇത് സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചെയ്ത ഇതേ കാര്യങ്ങളെല്ലാം ഇവിടെ റെക്കോർഡായിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നോക്കുന്നതിനായിട്ട് നമ്മൾ ഇത്രയും സെറ്റ് ചെയ്തത് കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി ഇത് ഞാനൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഈ ഫോട്ടോയും ക്ലോസ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഏത് ഫോട്ടോ ആണോ ഇതേ രീതിയിൽ സെറ്റ് ചെയ്യാനുള്ളത് ആ ഫോട്ടോ ഓപ്പൺ ആക്കി ഇടുക. അതിനുശേഷം ഞാനിവിടെ ആക്ഷൻ ഷോർട്ട് കീ കൊടുത്തിരിക്കുന്നത് F3 ആണ്. അതുകൊണ്ട് ഞാനിവിടെ F3 പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ഇത്രയും ടൈം എടുത്ത് ചെയ്ത കാര്യം ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് ചെയ്ത് ഒരു ഷോർട്ട് കീയിൽ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി, ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഫോട്ടോഷോപ്പിൻ്റെ അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അത് ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ നിമിഷം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിലും നല്ലൊരു അറിവുമായി കാണാം.